നമുക്കിപ്പം ആത്മജോയ് നിർമ്മല കോളേജിലെ UECയും SFI കോളേജിൻ്റെ പ്രതിനിധിയും ചേരുന്നുണ്ട്. ഞങ്ങൾ KV തോമസ് പ്രിൻസിപ്പൽ നിർമ്മല കോളേജിനെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അവസാന നിമിഷം ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. ആത്മജോയ്, ഈ പരസ്യചിത്രം എന്തിനാണ് പിൻവലിച്ചത് എന്നാണ് കോളേജ് അധികൃതർ നിങ്ങളോട് പറയുന്നത്? ആദ്യം തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, കോളേജിലെ വിദ്യാർത്ഥി നിലയ്ക്കാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹം ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വിവാദമാകുന്നത്? അല്ലെങ്കിൽ ഇത്രമാത്രം എന്താണ് വിവാദമാകത്തക്ക രീതിയിൽ ഇതിന് പ്രസക്തി? കേവലം നമ്മൾ വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലർ ചെയ്ത വീഡിയോ ആണെങ്കിൽ കൂടി അല്ലാതെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ലൈബ്രറി ആസ്പദമാക്കി കോളേജിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കോളേജ് തയ്യാറാക്കിയ വീഡിയോകളിൽ 50-50ഓളം വീഡിയോകളിൽ കേവലം ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ ഈ വീഡിയോ എന്നാണ് തയ്യാറാക്കുന്നത് ആത്മജ്? എന്നിട്ട് ഇത് വിവാദമായത്, ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുമ്പാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് അപ്പോൾ പ്രൊമോഷന്റെ അല്ലെങ്കിൽ പുതിയ പ്രചരിച്ചു തുടങ്ങിയത് 2 ആഴ്ച മുന്നെയാണ്. 2 ആഴ്ചയോളമായി. ഈ 2 ആഴ്ചയായിട്ടും കോളേജ് അധികൃതർക്ക് തോന്നാത്തത് ഇപ്പോൾ അത് വിവാദമായതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, അപ്പോൾ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് തന്നെ അറിയാം ഇത്രമാത്രം വിവാദമാകത്തൊക്കെ എന്താണ് വീഡിയോയിലുള്ളതെന്നാണ്. ഞങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുബോധത്തിനും ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. എന്താണ് വിവാദമാകത്തൊക്കെ എന്താണ് വീഡിയോയിലുള്ളതെന്ന് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇടപ്രാവുകൾ എന്ന് പറയുന്ന മുട്ടത്തുവർക്കിയുടെ ഒരു നോവൽ വായിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൽ പ്രണയാനുഭവമല്ലാതെ മറ്റെന്താണ് ദർശിക്കാൻ കഴിയുക? സ്വാഭാവികമായും സഹജമായും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവത്തെ മുട്ടത്തുവർക്ക് വരച്ചിടുന്നത് ലൈബ്രറിയിലിരുന്ന് വായിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നമാണത്. അതുപോലും മനസ്സിലാക്കാൻ കോളേജ് അധികൃതർക്ക് കഴിയാതെ പോകുന്നുണ്ടോ ആത്മജ്? അതെ, തീർച്ചയായും. അത് മാത്രമല്ല, ഇത് കോളേജ് ഈ വീഡിയോ പിൻവലിക്കൽ, മാനേജ്മെന്റ് ഇത് പിൻവലിക്കാനിടയായ കാരണം ഇത് ചില പ്രത്യേക വിഭാഗം ആൾക്കാർ ഇത് തെറ്റായ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതുകൊണ്ടും വിദ്യാർത്ഥികൾക്ക് നേരെ കുറേയധികം പേര് ശ്രദ്ധിച്ചോന്നറിയില്ല, വിദ്യാർത്ഥികൾക്ക് നേരെ നല്ല സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. അവരുടെ ഫാമിലിക്കെതിരെയും അവർക്കെതിരെയും മോശമായിട്ട് സൈബർ ബുള്ളിങ്, സെക്ഷുവൽ അബ്യൂസ് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച 2 കഥാപാത്രങ്ങളും 3 കഥാപാത്രങ്ങളും ആ കോളേജിന്റെ വിദ്യാർത്ഥികളും ഒക്കെയാണോ? അതെ. ഒന്ന് കോളേജിലെ അധ്യാപകയും മറ്റു 2 പേര് എന്റെ ക്ലാസ്മേറ്റ്സും ആണ്. അതായത് ഒന്ന് അധ്യാപിക തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ ആത്മജ്? അതെ, അവസാനം വന്നിരുന്ന അധ്യാപികയാണ്. അതാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നാത്തൊരു കാര്യം പ്രചരിപ്പിച്ചപ്പോൾ ചില ആളുകൾ പ്രതികരിച്ചു. അവരുടെ സമ്മർദ്ദത്തിന് മാനേജ്മെന്റ് വഴങ്ങി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും. അത് വീഡിയോ ഒരു 100 പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 80 പേരോളം ആ വീഡിയോയെ പോസിറ്റീവായ രീതിയിലാണ് ആ വീഡിയോനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. കേവലം ചെറിയൊരു ശതമാനത്തിന്റെ, എന്താണ് അതിനെ പറയേണ്ടതെന്ന് കൃത്യമായി എനിക്കറിയില്ല, ആ കേവലം ഒരു ചെറിയ ശതമാനത്തിന്റെ തെറ്റായ രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ പിൻവലിക്കേണ്ട സാഹചര്യം. പ്രധാനമായിട്ടും ഉയർത്തുന്ന വിമർശനം, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് കണ്ട കുറിപ്പിൽ പറയുന്നത് ഇത് പ്രണയിക്കാൻ വേണ്ടിയാണോ കോളേജിൽ പോകുന്നത് എന്നതാണ് ആ ചിത്രം നൽകുന്ന സന്ദേശം എന്നാണ്. പക്ഷേ മാനേജ്മെന്റ് ഇന്ന് നൽകിയിരിക്കുന്ന വിശദീകരണ കുറിപ്പിൽ പറയുന്നത് കോളേജിന്റെ പ്രഖ്യാപിത മൂല്യത്തിനെതിരാണ് എന്നുള്ളതാണ്. കോളേജിന്റെ പ്രഖ്യാപിത മൂല്യം ഒരു പ്രണയഭാവന ഒരു വിദ്യാർത്ഥി കാണാൻ പാടില്ല എന്നതാണോ? അങ്ങനെയല്ല. നമുക്കറിയാം, ക്യാമ്പസ് എന്ന് പറയുന്നത്, ക്യാമ്പസിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോഴും കലയും കായികവും രാഷ്ട്രീയവും അതുപോലെ പ്രണയവും സൗഹൃദവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു കോളേജ് കലാലയം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഈ വീഡിയോ കേവലം ഞാൻ പറഞ്ഞതുപോലെ അഡ്മിഷന്റെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രമാണ്. അതാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രൊമോഷൻ വീഡിയോയ്ക്ക് ആരാണ് പണം മുടക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലോ അത് ഷെയർ ചെയ്യപ്പെട്ടിരുന്നോ? കോളേജിനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് പേജുകളിലാണ് ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ് വീഡിയോയിലും കോളേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജുള്ളത്, കോളേജിന്റെ ഔദ്യോഗികമായിട്ടുള്ളതല്ല, കോളേജിന്റെ അല്ലാതെ ഉള്ള കോളേജ് മാനേജ്മെന്റിനെയും അധ്യാപകരെയും സമ്മർദ്ദത്തിലാക്കാൻ ചില തൽപര കക്ഷികൾക്ക് സാധിച്ചിരിക്കുന്നു അല്ലേ ആത്മജ്? അതെ, തീർച്ചയായിട്ടും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു തന്നെ പറയാം.
നിങ്ങൾ SFI പോലൊരു പ്രസ്ഥാനം എങ്ങനെയാണ് ഇനി ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി വിവാദം വേണ്ട, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണോ? അതല്ല, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, ഒരു വിദ്യാർത്ഥിയുടെ പ്രണയഭാവനയുമായി ബന്ധപ്പെട്ട ഒരു രൂപത്തെ ഈ കോളേജ് അധികൃതർ ഈ രീതിയിൽ പിൻവലിക്കേണ്ടതില്ലായിരുന്നു എന്നതിൽ പ്രതിഷേധിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയല്ല, തീർച്ചയായിട്ടും ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ കോളേജ് യൂണിയൻ ഭാരവാഹിയാണ്. കോളേജിലെ വിദ്യാർത്ഥി നിലയ്ക്കാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. SFIയുടെ നിലപാടിൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഔദ്യോഗികമായിട്ട് മേൽക്കമ്മിറ്റികൾ ഇതുവരെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ പിന്നീട് അറിയിക്കും. അത്തരത്തിലേക്ക് ചർച്ച Debate with Arun Kumar.